പാഠം 429 ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക്. വായിച്ചോ ഭാമേ. ഭർത്താവിനെ വിട്ട് കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയ ഭാര്യയെ ഭർത്താവ് നടു റോഡിലിട്ട് വെട്ടിക്കൊന്നു. നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാ നടക്കുന്ന ആലോചിക്കായിരുന്നു. ഒരു സ്ത്രീക്ക് എങ്ങനെ അവരുടെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകാൻ തോന്നുന്നു? അതെന്തായാലും കൊള്ളാം. ഭർത്താവിന്റെ കയ്യിലിരിപ്പ് ശരിയില്ലെങ്കിൽ പിന്നെ ഭാര്യ എന്ത് ചെയ്യണമായിരുന്നു? ജീവിതകാലം മുഴുവൻ അയാളെ സഹിച്ച് ഭാര്യ ഇങ്ങനെ കഴിയണമായിരുന്നു. കണ്ടോ അവളുടെ മനസ്സിരിപ്പ് കണ്ടോ. ഭാമേ, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവ് ദൈവതുല്യമാണ്. അങ്ങനെയുള്ള ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യയ്ക്ക് എങ്ങനെ പോകാൻ തോന്നും? ശരി, മോഹനേട്ടൻ പറഞ്ഞതല്ല ഞാൻ സമ്മതിച്ചു. അങ്ങനെ ദൈവതുല്യനായ ഭർത്താവാണ് ആ ഭാര്യയെ നടുറോട്ടി വെച്ച് കുത്തിക്കൊന്നത്. എങ്ങനെ കൊല്ലാതിരിക്കും? ഭാമേ, ഒരു സാധു മനുഷ്യൻ അയാൾ ഭാര്യയോടൊപ്പം മനസമാധാനത്തോടെ കുടുംബമായി കഴിയുകയാണ്. അപ്പോഴാണ് ഭാര്യയ്ക്ക് വേറൊരുത്തനോട് പ്രേമം തോന്നുന്നത്. അത് പാവം ഭർത്താവ് അറിയുന്നില്ല. ഒടുവിൽ പ്രണയം മൂത്ത് ഈ ഭാര്യ കാമുകനോടൊപ്പം ഒളിച്ചോടി പോകുന്നു. അതോടെ ആ പാവം ഭർത്താവിന്റെ അവസ്ഥ എന്താവും? അയാൾ ജീവന തുല്യം സ്നേഹിച്ച ഭാര്യ അയാൾക്ക് നഷ്ടപ്പെടുന്നു. അത് മാത്രമല്ല, ഭാര്യ ഉപേക്ഷിച്ച് പോയ ആൾ എന്ന ചീത്ത പേരും. അങ്ങനെ ഒരാൾക്ക് ഭ്രാന്ത് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അങ്ങനെ ജീവിതത്തിലെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ യാദൃശ്ചികമായി തന്നെ ഉപേക്ഷിച്ചു പോയ ഭാര്യയെ വഴിയിൽ വെച്ച് കാണും. എന്തുണ്ടാവും? പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അയാൾ ആ സ്ത്രീയെ കുത്തുന്നു. അങ്ങനെ ഒരാളെ നമുക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? എന്ത് മനോഹരമായ ന്യായം നോക്കണേ. തനിക്ക് ദേഷ്യമുള്ള ഒരാളെ വഴി കണ്ട ഉടനെ കുത്തി മലർത്തുന്നയാള് ഭയങ്കര മാന്യൻ. സത്യത്തിൽ അയാളുടെ ഇത്ര സ്വഭാവം കൊണ്ടായിരിക്കും ആ ഭാര്യ ജീവനും കൂടെ ഓടി രക്ഷപ്പെട്ടു പോയത്. അത് മാത്രമല്ല, വഴിയിൽ ഭാര്യയെ കണ്ടപ്പോ അയാൾക്ക് ആ കത്തി എവിടുന്ന് കിട്ടി? നമ്മളൊക്കെ കത്തിയായിട്ടാണോ റോഡിൽ ഇറങ്ങി നടക്കുന്നത്? എന്റെ മോഹനേട്ടാ, കാര്യം വളരെ വ്യക്തമാണ്. ഭാര്യയെ കൊല്ലാനായി അയാൾ കരുതി കൂട്ടി നടക്കുമായിരുന്നു. ഇത് ആലോചിച്ചുറപ്പിച്ച കൊലപാതകമാണ്. ഇത്തരം മനസ്സുള്ള ഒരാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ആ ഭാര്യയെ ഒരിക്കലും കുറ്റം പറയാനേ പാടില്ല. ഒളിച്ചോടിയവളെ ന്യായീകരിക്കുന്നു. കഷ്ടം. ഭാമേ, നിനക്ക് ഇതൊരു നിസ്സാര കാര്യമായിരിക്കും. പക്ഷേ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ തോന്നുന്ന പോലെ തോന്നുന്നവരുടെ ഒളിച്ചോടി പോയാൽ എന്താവും നമ്മുടെ നാടിന്റെ അവസ്ഥ? മോഹനേട്ടാ, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഇന്നലെ നടക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമില്ലാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ല. അങ്ങനെ സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ രണ്ടുപേർക്കും മടുക്കും. അപ്പോഴായിരിക്കും ഏതെങ്കിലും ഒരാൾ ഭാര്യയോട് സ്നേഹമായിട്ട് പെരുമാറുന്നത്. അപ്പൊ ഭാര്യയ്ക്ക് അയാളോട് സ്നേഹം തോന്നും. ചിലപ്പോ അയാളോട് ഒളിച്ചോടി പോയെന്ന് ഇരിക്കും. എത്ര നിസാരം! നീ ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ നമ്മൾ തമ്മിൽ എത്രയോ പ്രാവശ്യം വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. നിനക്ക് ആരുടെയും കൂടെ പോകാൻ തോന്നിയിട്ടില്ലല്ലോ. ആര് പറഞ്ഞു തോന്നിയില്ലെന്ന്? ഞാൻ എത്രോട്ട് ആലോചിച്ചെന്നറിയോ മോഹനേട്ടനെ കളഞ്ഞിട്ട് പോവാൻ. എന്നിട്ട് പോരുത്. പോകാത്തതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ സഹായത്തിന് ആളില്ലാതെ കഷ്ടപ്പെട്ടു പോകും. പിന്നെ രണ്ടാമത്തേത്, ഞാൻ എന്റെ പുതിയ കാമുകന്റെ കൂടെ എവിടെയെങ്കിലും പോകുമ്പോൾ പത്രത്തിൽ കണ്ടതുപോലെ മോഹനേട്ടൻ ഒരു കത്തിയുമായിട്ട് വന്ന് എന്നെ കുത്തിക്കൊന്നാലോ എന്ന് പേടിച്ചിട്ട്. ഒരിക്കലുമില്ല. നീ ആരുടെയും കൂടെ ഒളിച്ചോടി പോയാൽ ഞാൻ രക്ഷപ്പെട്ടെന്നേ കരുതൂ. അങ്ങനെ ശല്യം ഒഴിഞ്ഞു പോയി കഴിയുമ്പോ പിന്നാലെ വന്ന് നിന്നെ കുത്തിക്കൊന്ന് ജയിലിൽ പോകാൻ എനിക്ക് ഭ്രാന്തുണ്ടോ? പറയുമ്പോ എളുപ്പമാണേ, പക്ഷെ ഞാൻ പോയി കഴിയുമ്പോ പാടുപെടും. ഒരിക്കലുമില്ല. നീ ആരുടെയെങ്കിലും കൂടെ പോയെന്നറിഞ്ഞാ ഞാൻ ലോട്ടറി അടിച്ചെന്ന് കരുതും. ഉറപ്പാണോ? ഉറപ്പ്. ഹലോ ഹലോ ഹലോ, ഫോൺ വിളിച്ചിട്ട് മിണ്ടായിരിക്കുന്നു.
ഹലോ ഹലോ, ആരത്? ഹലോ, എന്റെ ശബ്ദം കേട്ടത് കൊണ്ടാണോ മിണ്ടാതിരുന്നത്? ഹലോ ഹലോ, ഇത് ഞാനാ. എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ 10 മണിയാകുമ്പോ ഞാൻ വീടിന് പുറകുവശത്ത് വരും. ഓടി വന്ന് കയറിക്കോണം. ഇന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ നമുക്കിനി രക്ഷപ്പെടാനേ പറ്റില്ല. 2 ഹെൽമെറ്റ് ഞാൻ കൊണ്ടുവരും. അത് വെച്ച് രക്ഷപ്പെട്ട ആർക്കും മനസ്സിലാവില്ല. ബാഗൊക്കെ എടുത്തു വെച്ചല്ലോ അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. ആ പിന്നെ നിന്റെ കോന്തം ഭർത്താവിന് ഒരു സംശയം തോന്നരുത്. ഇത് നമ്മുടെ ജീവിത പ്രശ്നമാണ്, ഓർത്തോണം. അപ്പൊ ഇഷ്ടമല്ലാത്ത ഭർത്താവിന്റെ കൂടെ ജീവിക്കേണ്ടത് എന്തിനെന്ന് ചോദിച്ചത് വെറുതെ അല്ല. ആമേ, അവൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ ഡ്രസ്സൊക്കെ വെറുതെ ഒന്ന് എടുത്ത് അടുക്കി വെക്കായിരുന്നു. അത് മനസ്സിലായി. എന്നാൽ ഇവളൊരു മനുഷ്യ സ്ത്രീയാണോ? ആഫീസ് പോകുന്ന നേരമായോ? അവൻ 10 മണിക്ക് വരുന്നതിന് മുമ്പ് ഞാനിവിടെ നിറങ്ങണം. മോഹനട്ടോ? മോഹനട്ടോടാ ചോദിച്ചേ എത്ര മണിക്ക് പോണേ? ഞാൻ എല്ലാ ദിവസവും പോകുന്ന സമയത്ത് തന്നെ പൊയ്ക്കോളാം. എന്താ പതിവില്ലാത്തൊരു ചോദ്യം? ഏയ്, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, ഇന്ന് താലൂക്ക് ഓഫീസിൽ മറ്റോ പോകേണ്ടതുകൊണ്ട് ഇന്ന് നേരത്തെ പോകണമെന്ന് മോഹനേട്ടൻ പറഞ്ഞ പോലെ തോന്നി. എന്നെ പറഞ്ഞു വിടാൻ അവൾക്ക് ധൃതിയായി. ആ അതെ, മോഹനേട്ടൻ വരുമ്പോ എന്നെ കണ്ടില്ലെങ്കിലും ചാടിക്കയറി വിളിക്കാൻ നിൽക്കണ്ട. എനിക്ക് ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്. ജോലി ഉണ്ടെന്ന് മനസ്സിലായി, പക്ഷെ അത് ആഫീസിലല്ലല്ലോ. എന്താ മോനട്ടാ? ഒന്നുമില്ല സാറേ. ഉത്തമനല്ലേ അത്? ഒന്ന് നോക്കി. മോനോട് സാറേ. നഷ്ടപ്പെടേണ്ടത് നഷ്ടപ്പെടേണ്ട സമയത്ത് നഷ്ടപ്പെടുമല്ലോ. ആ നമസ്കാരമുണ്ട് സാർ. ഒരു പ്രശ്നമുണ്ട്. ഉത്തമനിപ്പോ വന്നത് നന്നായി. എന്താണ് സാറേ? വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ ആ സംഭവം കണ്ടുപിടിച്ചത്. ഭാമയ്ക്ക് ഏതോ ഒരുത്തനുമായി ബന്ധമില്ലെന്ന്. സാർ എന്തൊക്കെ പറയുന്നേ? വക്കീലൊരു പാവല്ലേ? നമ്മൾ കാണുന്ന പോലെയല്ല ഉത്തമ ആളുകൾ, മനസ്സിലാക്കുക. ഒരു ഫോൺ വന്നു. ഞാൻ വന്ന് ഹലോ എന്ന് പറഞ്ഞു. അപ്പുറത്തൊരു മിണ്ടാട്ടോ ഇല്ല. ഞാൻ ഒന്നുകൂടി ഹലോ, മിണ്ടാട്ടോ ഇല്ല. ഫോൺ വെച്ച് കുറച്ച് ഞാനങ്ങ് നടന്നത് വീണ്ടും ബെല്ല്. ഞാൻ ഫോൺ എടുത്തു. എന്റെ ശബ്ദം കേട്ടതോടെ അപ്പോഴും മിണ്ടാട്ടോ ഇല്ല. അതോടെ എനിക്ക് സംശയമായി. അതിന്റെയൊക്കെ പേരിൽ സംശയിക്കുന്നത് ശരിയാണോ സാറേ? അതിന് കാരണമുണ്ട് ഉത്തമ. കുറച്ചു മുമ്പ് ഞാനും ഭാമയും തമ്മിൽ ഒരു തർക്കമുണ്ടായി. ഉണ്ടായി എന്ന് പറഞ്ഞാൽ തർക്കമാണെന്ന് എനിക്കറിയാം. സാർ പറ. എന്തിനായിരുന്നറിയാമോ? ഭർത്താവിനെ കളഞ്ഞ് ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയ ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊണ്ടു. ഇന്നത്തെ പത്രത്തിലെ വാർത്തയായിരുന്നു. ഞാനത് വായിച്ചപ്പോ അവൾ ആ ഒളിച്ചോടിയ പെണ്ണിനെ ന്യായീകരിക്കുന്നു. അല്ല, അതിപ്പം വക്കീൽ ഒരു പെണ്ണല്ലേ? പെണ്ണുങ്ങളുടെ കൂടെ നിൽക്കുള്ളൂ സാറേ. അതല്ല ഉത്തമ. അത് കഴിഞ്ഞ് അവള് എന്നോടൊരു ചോദ്യം. ഞാൻ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയി കഴിഞ്ഞാൽ മോഹനേട്ടൻ അതുപോലെ എന്നെ കുത്തിക്കൊല്ലുമോ എന്ന്. ഞാനെന്ത് പറഞ്ഞെന്നോ? നീ ആരുടെയും കൂടെ പോയാൽ അതിന്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞു. അപ്പൊ അവളെന്നോട് ഉറപ്പാണോ എന്നൊരു ചോദ്യം.
ആ ചോദ്യത്തിലൊരു പ്രശ്നം എനിക്കെപ്പോഴേ തോന്നി. അത് കഴിഞ്ഞാണ് ഈ ഫോൺ കോൾ വരുന്നത്. ഓ അത് ശരി. എന്നിട്ടെന്താ? വീണ്ടും ഫോൺ അടിച്ചപ്പോ ഞാൻ ഫോൺ എടുത്ത് ശബ്ദത്തിൽ ഹലോ എന്ന് പറഞ്ഞു. അപ്പോഴേ ഉടനെ അപ്പുറത്തുനിന്ന് അവൻ ചോദിക്കാം, ഇത്ര നേരം ഫോൺ എടുക്കാത്ത എന്താ, വിളിച്ചെടുക്കാത്ത എന്താ എന്നൊക്കെ. അത് കഴിഞ്ഞ് അവൻ പറഞ്ഞു കേട്ട ഉത്തമൻ ഞെട്ടും. നിന്റെ ഭർത്താവ് ആഫീസിൽ പോയി കഴിയുമ്പോ ഞാൻ വീടിന്റെ പിന്നിലെ ഗേറ്റിൽ വരും, എല്ലാം എടുത്ത് ബാഗ് വെച്ച് അവിടെ ഇറങ്ങി നിൽക്കണമെന്ന്. അങ്ങനെയൊക്കെ പറയുമോ സാറേ? പറഞ്ഞത് മാത്രമല്ല ഉത്തമ, ഞാൻ പിന്നെ ചെന്ന് നോക്കുമ്പോ കാണുന്നത് അവളെല്ലാം എടുത്ത് ബാഗ് വെക്കുന്നതാ. എന്നെ കണ്ടപ്പോ പറയാ ഒക്കെ വെറുതെ എടുത്ത് വെച്ചെന്നേ ഉള്ളെന്ന്. വൈകുന്നേരം അവളെ കാണാൻ താമസിച്ചാലും പേടിക്കണ്ട, എവിടെയും അന്വേഷിക്കണ്ട എന്ന്. സത്യമാണോ സാറേ? സത്യം. എങ്കിലിത് പ്രശ്നമാണ് സാറേ, സൂക്ഷിക്കണം. ഈശ്വര, ആ വിളിച്ച ആരാണെന്നറിയാൻ എന്താ ഒരു വഴി? ഒരു വഴിയില്ല, വക്കീല് പറയണം. വക്കീലിനോട് ചോദിച്ചാലോ? അവളോട് എങ്ങനെ ചോദിക്കും? അപ്പൊ ഞാൻ എല്ലാവരും അവൾക്ക് മനസ്സിലാവില്ലേ? അത് ശരിയാണല്ലോ. കോളർ ഐ ഡി ഉള്ള ഒരു ഫോൺ വാങ്ങിച്ചു വയ്ക്കാൻ എത്ര കാലമായിട്ട് ഞാൻ സാറിനോട് പറയുന്നു. വിളിച്ച നമ്പർ അതിൽ തെളിയുമായിരുന്നല്ലോ. പക്ഷെ ഞാൻ അത് പറഞ്ഞപ്പോ സാറിന് പിസിക്ക്, വെറുതെ പിസിക്കുന്നതിന്റെ ദോഷം ഇപ്പൊ മനസ്സിലായല്ലോ. ആ സാറേ, ഒരു ഐഡിയ ഉണ്ട്. എന്താ? മൊബൈലിൽ വിളിച്ചിട്ട് വക്കീൽ എടുത്തില്ല എന്നല്ലേ അവൻ പറഞ്ഞത്? അതെ. അപ്പോ വക്കീലിന്റെ ഫോണിൽ ആ മിസ് കോൾ കാണുമല്ലോ. ആ വക്കീലിന്റെ ഫോൺ കിട്ടാൻ എന്താണ് ഒരു വഴി? വക്കീൽ അറിയാതെ അതിങ്ങ് എടുത്താ മതി, നമുക്കിപ്പ ആളെ പിടിക്കാം. ഞാൻ നോക്കട്ടെ. ഓ, വക്കീൽ അറിയരുത്. പോ. അവളിവിടെ ഞാൻ ഒളിച്ചിരിപ്പുണ്ടോ? ഒളിച്ചോടാൻ പോകുന്നവൾ ഒളിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിവിടെ വലിച്ചു. എവിടെ എവിടെ കിട്ടിയ കിട്ടിയ കിട്ടിയില്ലേ? കിട്ടിയില്ലേ? എനിക്ക് നോക്കാനെന്ന് അറിഞ്ഞോട് നോക്ക്. ആവശ്യമുള്ള ഒന്നും അറിഞ്ഞൂടാ. സ്വന്തം ഭാര്യ വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടാ റെഡിയായി നിന്നിട്ട് അതും അറിഞ്ഞൂടാ. കഷ്ടം. മിസ്ഡ് കോൾ. പതുക്കെ ഓർമ്മിച്ചില്ല സാറേ. 8:30 മണിക്കാണ് മിസ് കോൾ ഇതിൽ കിടക്കുന്നത്. 1 അല്ല 4 എണ്ണം. അത് ഒരേ നമ്പരിൽ നിന്ന്. ഏത് നമ്പർ? നമ്പരല്ല സാറേ, പേരാണ്. ആരുടെ പേര്? ഇത് വക്കീലിന്റെ കൂടെ ജോലി ചെയ്യുന്ന സത്യപാലൻ വക്കീലിന്റെ നമ്പരാണല്ലോ. സത്യപാലൻ? അതെ സാറേ, ദാ അഡ്വക്കേറ്റ് സത്യപാലൻ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോ എന്തോ ചെയ്യും സാറേ? എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഉത്തമം വിട്ടോ. എന്ന് വെച്ചാ ഉത്തമം വിട്ടോ. സത്യപാലന്റെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അല്ല സാറേ, വിട്ടോ. സത്യപാല, ഞാൻ ഇറങ്ങുന്നു. ഇത്ര നേരത്തെയോ? മോരുടെ പോണ നേരമില്ലല്ലോ. ഇന്നെനിക്ക് കുറച്ച് നേരത്തെ പോകണ്ടായിട്ടുണ്ട്. അതെന്ത് പറ്റി? അങ്ങനെ പോകുന്നവരും പറഞ്ഞില്ലായിരുന്നല്ലോ. എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും പറയാൻ പറ്റുമോ? എനിക്കൊരു അത്യാവശ്യമുണ്ട്. അതെന്താ അത്യാവശ്യം? അതിപ്പോ നീ അറിയണ്ട. പറയേണ്ട സമയം ഞാൻ പറഞ്ഞോളാം. കാപ്പി കുടിച്ചില്ല? എനിക്ക് കാപ്പി വേണ്ട. മോഹനല്ലേ കുറച്ചു മുന്നേ പറഞ്ഞത് നല്ല വിശപ്പെന്ന്? ഇപ്പൊ വിശപ്പ് മാറി. മോഹനയുടെ വിശക്കുന്നൊന്നും പറഞ്ഞോണ്ടല്ലേ ഞാൻ ധൃതി പിടിച്ച് കാപ്പി ഉണ്ടാക്കിയത്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതുവഴിയല്ലോ.
പിറകു വശത്ത് ഗേറ്റിന്റെ പിറകിലല്ലേ? ഇവിടെ പതുങ്ങിയിരിക്കാം. അല്ലെങ്കിൽ വേണ്ട. വരാറായോ? കെ മോഹനേഷ് എടുത്ത കളി. അവൻ വന്നു. ബാലൻ, ഇവനാള് കൊള്ളാലോ. പട്ടാപ്പകൽ വീട്ടിൽ കയറി പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാൻ വന്നു. ഇവനെ എന്താ ചെയ്യേണ്ടത്? അടിച്ചു കൊന്നാലോ? എറിഞ്ഞു വീഴ്ത്തിയാലോ? ഓ, വളച്ചു നിർത്തി. നീ ഹോൺ അടിക്കടാ. നിന്റെ നട്ടല് ഞാൻ അടിക്കുമല്ലോ. അയ്യോ, ഞാൻ പോവാ മോനേട്ടാ. വേണ്ട. ബാബേ, അയ്യോ, ബാബേ, അയ്യോ, അയ്യോ, ബാബേ, 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 അയ്യോ, എന്നിട്ട് ബാബേ, 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 ബാബേ. എന്റെ പല സാധനവും കളഞ്ഞു. നിന്നോടാണ് എന്റെ തലേ കൂടെ വെള്ളം എടുത്ത് ഒഴിക്കാൻ പറഞ്ഞത്. വെള്ളമാണ് മോഹൻ. പൈപ്പ് കേടാണെന്ന് ഞാൻ മോഹനോട് പറഞ്ഞില്ലായിരുന്നോ? എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? ഒന്നോട് കുളിച്ച് വേറെ ഷർട്ട് പോയാ മതി. ഓരോ നേരത്ത് ഓരോ പ്രാന്തല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ പറ്റിയിരിക്കും. എന്നെ തൊടല്. കുളിച്ചിട്ട് വീട്ടിൽ നമുക്ക് കയറിയാ മതി. ഇവിടെ കൊണ്ടുവച്ചത് മോഹനേട്ടൻ ഫോൺ. അവളിവിടെ നിൽക്കണം. തോന്നിയായിരുന്നു. അപ്പാവേ സത്യമായി എവിടെ ഒന്നില്ലേ? പോയോ? മോഹനേട്ടനാ ഫോൺ. സത്യമാണ്. ഉടനെ തന്നെ
മോഹനേട്ട വരണ്ടേ? ഇതാ ഉത്തമനാ. എന്തോരം നാറ്റ എന്റെ മോഹനേട്ടാ. ഈ ഫോൺ മാറ്റി വേറെ വാങ്ങിച്ചോളാം. ഹലോ 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 സാറേ, ഞാനാണ് ഉത്തമൻ. എന്നതുവാ? സാറേ, ഒരു ഭയങ്കര സംഭവം ഉണ്ടായി. ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് പോസ്റ്റ് ഓഫീസിലെ ഭാർഗവ സാറിന്റെ വീട്ടിൽ ഭയങ്കര ആൾക്കൂട്ടം. അന്വേഷിച്ചെന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. എന്ത്? ഭാർഗവ സാറിന്റെ ഭാര്യ സീമന്തിനി ചേച്ചിയുമായിട്ട് നമ്മുടെ ലൈൻമാനല്ലേ പ്രഭാകരൻ, അവര് പ്രേമത്തിലായിരുന്നു. കുറെ കാലമായി കലാപരിപാടി തുടങ്ങിയിട്ട്. പ്രേമം മൂത്തപ്പോ രണ്ടുപേരും കൂടി ഒളിച്ചോടാൻ തീരുമാനിച്ചു. ഇന്ന് രാവിലെ പ്രഭാകരൻ ഭാർഗവ സാറിന്റെ വീട്ടിലെ ഫോണിൽ വിളിച്ചിട്ട് സീമന്തിനി ചേച്ചിയോട് സംസാരിച്ചെന്നും സീമന്തിനി ചേച്ചി ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങാമെന്ന് പറഞ്ഞെന്നും ഭാർഗവ സാറ് ആഫീസിൽ പോയ നേരം നോക്കി പ്രഭാകരൻ ബൈക്കിൽ അവരുടെ വീട്ടിൽ ചെന്നെന്നുമാണ് കഥ. എന്തായാലും സീമന്തിനി ചേച്ചി ഇറങ്ങിയില്ല. അവിടെ നിന്ന് പ്രഭാകരൻ ഇങ്ങനെ ഹോൺ അടിച്ചു. ഭാർഗവ സാറിന്റെ അരിയ രാഘവൻ ആളെ കൂട്ടി പ്രഭാകരനെ പീഡിച്ച് ഈടിച്ച് പഞ്ചറാക്കി. സാറേ, സാറിന്റെ കാര്യം ഇതുവരെ മനസ്സിലായില്ലേ? എന്റെ സാറേ, ഭാർഗവ സാറിന്റെയും സാറിന്റെയും വീട്ടിലെ നമ്പർ തമ്മിൽ ഒരക്കത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. പ്രഭാകരൻ രാവിലെ വിളിച്ചത് സാറിന്റെ ഫോണിലാണ്. സാറ് പെണ്ണിന്റെ ശബ്ദത്തിൽ സംസാരിച്ചപ്പോ സീമന്തിനി ചേച്ചിയാണെന്ന് പ്രഭാകരൻ കരുതി ബൈക്കുമായിട്ട് വരാമെന്ന് പറഞ്ഞു. പിടികിട്ടിയാ? പക്ഷേ സീമന്തിനി ചേച്ചി ഈ സംഭവം അറിഞ്ഞില്ലല്ലോ. കാരണം സീമന്തിനി ചേച്ചിയുടെ വീട്ടിലേക്ക് ഫോൺ ചെന്നിട്ടില്ല. അപ്പൊ സത്യപാലൻ? സത്യപാലൊന്നും അല്ല സാറേ വിളിച്ചത്. പാപം വക്കീലെ നമ്മൾ വെറുതെ സംശയിച്ചതാണ്. അപ്പൊ മൊബൈൽ സത്യപാലൻ വിളിച്ചതോ? ഓ, അതെന്തെങ്കിലും ആഫീസ് കാര്യം പറയാൻ വിളിച്ചതായിരിക്കും. വക്കീൽ ആ ഫോണ് കണ്ടു കാണൂല. ഓ, എന്തായാലും സാറിന്റെ പേടി മാറിയല്ലോ. ഇനി മനസമാധാനത്തോടെ മോഹനേട്ട സാറിന് ആഫീസിൽ പോവാല്ലോ. പിന്നെ വളരെ മനസ്സമാധാനത്തോടെ ആഫീസിൽ പോവാ. ശരി സാറേ, ഓക്കെ. ശരി. അപ്പൊ ഇതുവരെ വേഷം മാറ്റിയില്ലേ? പോയി കുളിക്കാൻ നോക്ക്. ഞാനൊരു കാര്യം പറയാൻ എനിക്ക് ദേഷ്യം വരുമോ? ഇല്ല. എന്താ? എനിക്ക് നിന്നെ വലിയ വിശ്വാസം. അതുകൊണ്ട് നിന്നോട് ഭയങ്കര സ്നേഹമാ. സത്യമായിട്ടും. ആയിക്കോട്ടെ. ഇപ്പൊ മോഹനേട്ടൻ എന്താ വേണ്ടത്? ഞാൻ നിന്നൊന്ന് കെട്ടിപ്പിടിച്ചോട്ടാ. അതിനായിരുന്നല്ലേ ഈ സ്നേഹപ്രകടനം. ഈ വൃത്തിയായിട്ട് അഴുക്കല്ല എന്റെ ദേഹത്തും കൂടെ ആക്കിയാലേ മോഹനൻ തൃപ്തിയാവത്തുള്ളൂ അല്ലേ? ആ അടവാ കൈ വെച്ചാ മതി. അതുകൊണ്ടല്ല. പിന്നെ എന്താണ്? അത് തന്നെയാണ്. അതുകൊണ്ടല്ല. ഭാര്യയെ സംശയിക്കുക എന്നത് കാലാകാലങ്ങളായി ഭർത്താക്കന്മാർ ചെയ്തു പോരുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഒരു ഭാര്യയെ ഒരു ഫോൺ കോളിന്റെ പേരിൽ വെറുതെ അങ്ങ് സംശയിച്ചു കളഞ്ഞതിന് മോഹനകൃഷ്ണന് കിട്ടാനുള്ളത് കിട്ടിയതാണ് നമ്മൾ കണ്ടത്. ഇവരുടെ പുതിയ സാഹസങ്ങളുമായി കാര്യം നിസാരം തുടരുന്നു.